ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ A1 ട്യൂട്ടറിംഗ്. റസ്കിൻ ബോണ്ടിന്റെ വളരെ പ്രശസ്തമായ ടൈഗർ ഇൻ ദ ടണൽ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ. വെറും 12 വയസ്സുകാരനായ ടെമ്പുവിന് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലന്റ്. രാത്രി ഇരുട്ടും നിശബ്ദവുമായിരുന്നു. A young boy and his father are alone in the hut in the middle of the jungle. കാടിന്റെ ഒത്ത നടുക്ക് അച്ഛനും മകനും ഒറ്റക്കായിരുന്നു. Soon the father sees son alone and goes out on the jungle. വളരെ പെട്ടെന്ന് അച്ഛൻ മകനെ അവിടെ കുടിലാക്കിയിട്ട് അച്ഛൻ പുറത്തേക്ക് പോവുകയാണ്. Where does he go and why? അദ്ദേഹം എവിടത്തേക്കാണ് പോയത്, എന്തിനാണ് പോയത്? ഒന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. Tembu, the boy, opened his eyes in the dark and wondered if his father was ready to leave the hut on his nightly errand. Tembu, the boy, opened his eyes in the dark. അവൻ ഇരുട്ടിലേക്ക് നോക്കി. Wondered if his father was ready to leave the hut on his nightly errand. അച്ഛൻ തയ്യാറായിട്ടുണ്ടാവോ, പുറത്തേക്ക് രാത്രിയിലെ ജോബ് ചെയ്യാൻ അച്ഛൻ റെഡിയായി പോയിട്ടുണ്ടാവോ എന്നാണ് ചോദിക്കുന്നത്. There was no moon that night. അന്ന് രാത്രി ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. A deathly stillness on the of the surroundings jungle was broken only occasionally by the shrill cry of a cicada. അതായത് ഡെത്തിലി സ്റ്റിൽനെസ് ആണ്, ശ്മശാന മൂകതയാണ് അന്ന് രാത്രി ആ കാട്ടിലുണ്ടായിരുന്നത്. സറൗണ്ടിങ്സ് ജംഗിൾ വാസ് ബ്രോക്കൺ. അത് ബ്രേക്ക് ചെയ്ത് ആ സ്റ്റിൽനെസ് ബ്രേക്ക് ചെയ്തത്, അല്ലെങ്കിൽ ആ ശ്മശാന മൂകത ബ്രേക്ക് ചെയ്തത് സിക്കാഡയുടെ കരച്ചിലാണ്. ചിക്കാഡ മീൻസ് ചീവീട്. ഓക്കെ. സംടൈംസ് ഫ്രം ഫാർ അവേ കേം ദ ഹോളോ ഹാമറിംഗ് ഓഫ് വുഡ് പെക്കർ. ചിലപ്പോഴൊക്കെ വുഡ് പെക്കറിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ക്യാരിഡ് എലോങ് ദ ഫെയിന്റ് ബ്രീസ്. അത് ആ മന്ദ മാരുതന്റെ കാറ്റിൽ ചിലപ്പോൾ വുഡ് പെക്കറിന്റെ മരംകൊത്തിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. ഓർ ദ ഗ്രണ്ട് ഓഫ് എ വൈൽഡ് ബോർ, അല്ലെങ്കിൽ പന്നി അല്ലെ, വൈൽഡ് ബോർ, മുള്ളം പന്നി. കുഡ് ബി ഹേർഡ് എ ഡഗ് അപ്പ് ഹിസ് ഫേവറേറ്റ് റൂട്ട്, അല്ലെങ്കിൽ അതിന്റെ കായികനികൾ മണ്ണിൽ കുഴിച്ചെടുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ബട്ട് ദീസ് സൗണ്ട്സ് വെരി റെയർ. ഇത്തരത്തിലുള്ള സൗണ്ടൊക്കെ വളരെ റെയർ ആണ്, അപൂർവമാണ്. ആൻഡ് ദ സൈലൻസ് ഓഫ് ദ ഫോറസ്റ്റ് ഓൾവേസ് ടേൺ ടു സ്വാലോ ദം അപ്പ്. ഈ സൗണ്ടൊക്കെ ഇന്ന് രാത്രി ഒന്നും കേൾക്കാനില്ല എന്നാണ് പറഞ്ഞത്. എല്ലാം എന്താണ്, ഈ ഫോറസ്റ്റിന്റെ ശ്മശാന മുഖതയിൽ ഡെത്തിലി സൈലൻസ് എല്ലാം മുങ്ങിത്താണിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബാൽഡിയോ ദ വാച്ച്മാൻ. ഇനി ബാൽഡിയോനെ കുറിച്ചാണ് പറഞ്ഞത്. ടെമ്പുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ബോയാണ്. അപ്പൊ ബാൽഡിയോ ആരായിരിക്കാം? ബാൽഡിയോ ദ വാച്ച്മാൻ, ഒരു വാച്ച്മാൻ ആണ്. അദ്ദേഹത്തിന്റെ ടെമ്പുവിന്റെ അച്ഛനാണ് വാച്ച്മാൻ ബാൽഡിയോ. എവേക്ക് മീൻസ് ഉണർന്നു. അച്ഛനായ ബാൽഡിയോ ഉണർന്നു. ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് സ്ലോലി ആൻഡ് വിൻഡിങ് ഹെവി ഷോൾ ദാറ്റ് കവേർഡ് ഹിം. ഒരു ഷോൾ എടുത്ത് അദ്ദേഹം മൊത്തമായിട്ട് പൊതിഞ്ഞു. ഇറ്റ് വാസ് എ ക്ലോസ്ഡ് ഓൺ മിഡ് നൈറ്റ്. ഇത് ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. ക്ലോസ് ഓൺ മിഡ് നൈറ്റ്, അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. ആൻഡ് ദ ചിൽ എയർ, ചിൽ മീൻസ് വളരെ തണുത്ത, ആ തണുത്ത കാറ്റ് മേഡ് ഹിം ഷിവർ, അദ്ദേഹത്തെ കൊടുകുടയെ വിറപ്പിച്ചു. ആൻഡ് ദ സ്റ്റേഷൻ എ സ്മോൾ ഷാക്ക് ബാക്ക്ഡ് ബൈ ഹെവി ജംഗിൾ. ഒരു സ്റ്റേഷൻ ഉണ്ട്, അത് ഫോറസ്റ്റിന്റെ പിറകിലായിട്ട് വരും. അത് മീൻസ് ഫോറസ്റ്റിന്റെ അപ്പുറത്തെ സൈഡിലാണ്. ആൻഡ് വാസ് എ സ്റ്റേഷൻ ഇൻ എ നെയിം ഓൺലി. സ്റ്റേഷൻ ഒന്നും പറയാൻ പാടില്ല, ചെറിയൊരു പേരിന് മാത്രമാണ് സ്റ്റേഷൻ. ഫോർ ട്രെയിൻസ് ഓൺലി സ്റ്റോപ്പ്ഡ് ദർ. അവിടെ അധികമൊന്നും വണ്ടികൾ നിർത്താറില്ല. ഇഫ് അറ്റ് ഓൾ എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ എൻറ്ററിങ് എ ഡീപ്പ് കട്ടിംഗ് ദാറ്റ് ലെഡ് ടു ദ ടണൽ. അവിടെ ഒരു ടണൽ ഉണ്ട്. ടണലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വണ്ടികളൊക്കെ അവിടെ എത്തുമ്പോൾ സ്ലോ ചെയ്യും. ദ മോസ്റ്റ് ട്രെയിൻ മിയർലി സ്ലോഡ് ഡൗൺ ബിഫോർ ടേക്കിംഗ് ദ ഷാർപ്പ് കർവ് ബിഫോർ കട്ടിങ്. അതായത് ആ കട്ടിങ്ങിന്, അതിന് മുമ്പിൽ ആ കട്ടിങ്ങിന്, അതായത് എൻട്രൻസിന്റെ അടുക്ക് എത്തുമ്പോഴേക്കും എല്ലാ ട്രെയിനുകളും ഒന്ന് അവിടെ എത്തുമ്പോൾ സ്ലോ ആവും. കാരണം വലിയൊരു ടണലാണ്, കുറച്ച് ദൂരമുള്ള ഒരു ടണലാണ്. അതിനകത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു കൊടുക്കലാണ്. അവിടെ ഒരു ലൈറ്റ് സിഗ്നൽ തെളിയിക്കലാണ് നമ്മൾ ബാൽഡിയോന്റെ ജോബ്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, ബാൽഡിയോ വാസ് റെസ്പോൺസിബിൾ ഫോർ സിഗ്നലിംഗ് വെദർ ഓർ നോട്ട് ദ ടണൽ വാസ് ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ. അതായത് ബാൽഡിയോന്റെ ജോബ് എന്താണ്, ആ വാച്ച്മാന്റെ ജോബ് എന്താണ്? ബാൽഡിയോ വാസ് റെസ്പോൺസിബിൾ ഫോർ സിഗ്നൽ. അദ്ദേഹമാണ് സിഗ്നൽ കാണിക്കേണ്ടത്. അതായത് അവിടെ ടണൽ ക്ലിയർ ആണ്, ഒരു ഒബ്സ്ട്രക്ഷനും അവിടെ ഇല്ല എന്ന് കാണിക്കേണ്ടത് ആരാണ്? ബാൽഡിയോ ആയ വാച്ച്മാൻ ആണ്. And Baldio was responsible for signaling whether or not the tunnel was clear or obstruction
clear of obstruction, and his manual signal stood before the entrance. അതായത് സാധാരണ മാനുവൽ സിഗ്നൽസ് അവിടെ ഉണ്ട് എങ്കിലും at night it was his duty to see that a lamp was burning. അദ്ദേഹം ശ്രദ്ധിക്കണം അത് കത്തുന്നുണ്ടോ ഇല്ലയോ, അത് ആ മാനുവലായ വിളക്ക് കത്തുന്നുണ്ടോ ഇല്ലയോ നോക്കുകയാണ് ആരുടെ ജോബ്, നമ്മുടെ വാച്ച്മാന്റെ ജോബ്. And that the overland mail passed through safely. That the overland mail passed through safely. അതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഈ അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്തിനായിരിക്കാൻ പോയിട്ടുണ്ടാവുക, ഈ സമയത്താണ് മെയിൽ പാസ്ഡ് ത്രൂ സേഫ്ലി. അതിലൂടെ മെയിൽ എന്ന് പറഞ്ഞാൽ ദീർഘദൂര വണ്ടികൾ, ആ ദീർഘദൂര വണ്ടികൾ അതിലൂടെ കടന്നു പോവാനുണ്ട്. ഷാൽ ഐ കം ടു ഫാദർ, ഞാൻ കൂടെ വരട്ടെ. ആസ്ക് ടെമ്പു സ്ലീപ്ലി, അവൻ ഉറക്കച്ചടവോടുകൂടി അവൻ ചോദിക്കുകയാണ്, ഞാൻ കൂടെ വന്നോട്ടെ അച്ഛാ. സ്റ്റിൽ ലേയിങ് ഇത് ഹഡിൽ ഇൻ എ കോർണർ ഓഫ് ദ ഹട്ട്. ആ കുട്ടി എന്താണ് കുടിലിന്റെ മൂലക്ക് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. നോ ഇറ്റ് ഈസ് കോൾഡ് ടു നൈറ്റ്, വരണ്ട. ചുപ് നോട്ട് ഗെറ്റ് അപ്പ്, എഴുന്നേക്കണ്ട, ഇന്ന് വളരെ തണുപ്പാണ്, തണുപ്പ് ഇന്ന് വളരെ കൂടുതലാണ്, ഇന്ന് വരണ്ട, നീ ഇവിടെ കിടന്നോളൂ. ടെമ്പു ഹു വാസ് 12 ഡിഡ് നോട്ട് ഓൾവേസ് സ്ലീപ്പ് വിത്ത് ഫാദർ അറ്റ് ദ സ്റ്റേഷൻ. ടെമ്പുവിന് 12 വയസ്സായതേ ഉള്ളൂ. എപ്പോഴും അച്ഛന്റെ കൂടെ സ്റ്റേഷനിൽ ഉറങ്ങുന്ന കുട്ടിയോ അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ല ടെമ്പു. ഫോർ ഹി ഹാഡ് ഓൾസോ ടു ഹെൽപ്പ് ദ ഹോം. അവന് എവിടെയാണ്, അവരുടെ വീട് കുറച്ചപ്പുറത്താണ്, ഈ സ്റ്റേഷനപ്പുറത്ത് കാടിനപ്പുറത്താണ്. അവിടെയാണ് അവൻ താമസിക്കാറ്. വെർ ഹിസ് മദർ ആൻഡ് സ്മോൾ സിസ്റ്റർ യൂഷ്വലി അല്ല, അവിടെ സിസ്റ്ററും അമ്മയും തനിച്ചാണ്. They lived in a small tribal village on the outskirts of the forest. ഈ ഫോറസ്റ്റിന് പുറത്ത് ഉള്ള ഒരു പ്രാന്തപ്രദേശത്ത്, ഔട്ട്സ്കേർട്ട്, അതിന്റെ ഫോറസ്റ്റിന്റെ പുറത്ത് ഉള്ള വില്ലേജിൽ എന്താണ് അവർ താമസിക്കുകയാണ്. ആരൊക്കെയാണ്? ടെമ്പു, സിസ്റ്റർ ആൻഡ് ഹിസ് മദർ. ആൻഡ് അബൌട്ട് 3 miles ഫ്രം ദ സ്റ്റേഷൻ, ഏകദേശം 3 മൈൽ അപ്പുറത്താണ് വീട്. Their small rice field did not provide them with more than bare living, and Baldio considered himself lucky to have got a job of Kelsey and the small wayside signal job. Their small rice, വളരെ ചെറിയൊരു വയലുണ്ട്, ഒരു അരി വിളയിക്കുന്ന വയലുണ്ട്. ആൻഡ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ദം മോർ ദാൻ ബെയർ ലിവിങ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എന്താണ് പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെ? ജീവിക്കാൻ ആവശ്യമായ എന്താണ് ചിലവിനുള്ള വകയൊന്നും ആ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടാത്ത കൊണ്ട് ഈ ജോബ് കിട്ടിയപ്പോൾ ബാൽഡിയോക്ക്, ഈ വാച്ച്മാന്റെ ജോബ് കിട്ടിയപ്പോൾ ബാൽഡിയോ വളരെയധികം സന്തോഷിച്ചു. ബാൽഡിയോ കൺസിഡേർഡ് ഹിംസെൽഫ് ലക്കി ടു ഹാവ് ഗെറ്റ് ദ ജോബ് ഓഫ് കെലസി. കെലസി മീൻസ് വാച്ച്മാൻ എന്നാണ് അർത്ഥം. ഈ കെലസി ജോബ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. Still drowsy, Baldio groped his lamp in darkness, then fumbled about his search of matches. അദ്ദേഹം എന്താണ് വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാച്ചസ് ഒക്കെ മീൻസ് തപ്പി നോക്കാൻ തുടങ്ങി. When he had to produce the light, left the hut, closed the door behind him and set off along the permanent way. അദ്ദേഹം പുറത്തെത്തിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് മകൻ കിടക്കുന്ന കുടിലുണ്ടല്ലോ, ആ കുടിലൊന്ന് ലോക്ക് ചെയ്തു, അല്ല പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇരുട്ടിലൂടെ എപ്പോഴും ഏത് വഴിയിലൂടെയാണ് നടക്കുക, അതായത് പെർമനന്റ് വേയിലൂടെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് നടന്നു. ടെമ്പോ ഹാഡ് ഫോളൻ അസ്ലീപ്പ് അഗെയിൻ. അവൻ എന്താണ് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ് തുടങ്ങുന്നത്. അറ്റ് മിഡ് നൈറ്റ് ബാൽഡിയോ ഗോസ് ഔട്ട് ഓഫ് ഹിസ് ഹട്ട്. അന്ന് രാത്രി, ആ അർദ്ധരാത്രിയിൽ അദ്ദേഹം പുറത്തേക്ക് പോയി. ഇനി ദ തിക്ക് ഫോറസ്റ്റ്, ആ കൊടുങ്കാട്ടിൽ ഉള്ളിലേക്ക്. ദ ജംഗിൾ ഈസ് ഫുൾ ഓഫ് ഡേഞ്ചറസ് അനിമൽസ്. നമ്മൾക്കറിയാം ആ കാട്ടിൽ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടാവും. കാടാകുമ്പോൾ അവിടെ വന്യമൃഗങ്ങൾ ഉണ്ടായിരിക്കാം. ബട്ട് ബാൽഡിയോ ഹാസ് എ ജോബ് ടു ഡു ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ജോബ് ചെയ്യുക എന്നതാണ്, അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ലെസണിലേക്ക് കിടക്കാം. ബാൽഡിയോ വണ്ടേർഡ് വെദർ ദ ലാമ്പ് ഓൺ ദ സിഗ്നൽ പോസ്റ്റ് വാസ് സ്റ്റിൽ അലൈറ്റ്. അവിടെ നോക്കുമ്പോഴേക്കും എന്താണ് മാനുവൽ സിഗ്നൽ കത്തുന്നുണ്ട്. ഗാദറിങ് ഹിസ് ഷോൾ ക്ലോസർ അബൌട്ട് ഹിം. അദ്ദേഹം ഒന്നുകൂടി ഷാള് ശരീരത്തോട് ചേർത്ത് പിടിച്ചു, കാരണം ഭയങ്കര തണുപ്പാണ്. ഹി സ്റ്റംബിൾഡ് ഓൺ, സംടൈം അലോങ് ദ റെയിൽ, സംടൈം അലോങ് ദ ബാലസ്റ്റ്. ഹി ലോങ്ഡ് ടു ഗെറ്റ് ബാക്ക് ടു ഹിസ് വാം കോർണർ ഇൻ ദ ഹട്ട്. Gathering his shawl, and he stumbled on, and sometimes along his rails, and sometimes along the ballast. Ballast is the gravel and crushed stones. നമ്മൾക്കറിയാം റെയിൽപാളത്തിലൂടെ കാണുന്ന crushed stone placed with the railing tracks to provide drainage and support. Okay, അതാണ് എന്താണ് ballast. And he longed to get back to his warm corner in the hut. ആൻഡ് അദ്ദേഹം ഈ തണുപ്പിലൂടെ നടക്കുന്ന സമയത്ത് ചോദിച്ചു, വീട്ടിലേക്ക് തിരിച്ചു പോയാലും നല്ല തണുപ്പുണ്ട്, അല്ലെ? അതായത് അവിടെ ആ ചോടിൽ അല്ലെങ്കിൽ അവിടെ ഹട്ടിൽ ആ കുടിലിൽ കിടന്നിറങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു വെറുതെ.
The airiness of the place was increased by the neighboring hill, which overhung the main line threateningly. On entering the cutting with a sheer rock wall towering high above his rails. ആ എൻഡറിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. അതിനിടയിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. ബാൽഡിയോ കുഡ് നോട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് വൈൽഡ് animals he might encounter. He മൈച്ചേങ് അദ്ദേഹം കണ്ടുമുട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ മുട്ടിയേക്കാവുന്ന വൈൽഡ് അനിമൽസിനെ കുറിച്ച് അദ്ദേഹം ഓർത്തതേയില്ല. ഹി ഹാഡ് മെനി ടെയിൽസ് ഓഫ് ദ ഫേമസ് ടൈഗർ ടണൽ, ദ മാൻ ഈറ്റർ. അദ്ദേഹം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള മനുഷ്യനെ തിന്നുന്ന ടൈഗറിനെ കുറിച്ച്. അതുപോലെ ടണലിനകത്ത് താമസിക്കുന്ന ടൈഗറിനെ കുറിച്ചൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പേടിയില്ല. എ മാൻ ഈറ്റർ വിച്ച് വാസ് സപ്പോസ്ഡ് ടു ഫ്രീക്വന്റ് ദി സ്പോട്ട്. സാധാരണ ഈ സ്ഥലത്ത് അത് ഒരുപാടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്, വന്യമൃഗങ്ങളെ കുറിച്ച്, മനുഷ്യനെ തിന്നുന്ന കടുവയെ കുറിച്ചൊക്കെ. ഹി ഹാഡ്ലി ബിലീവ്ഡ് ദി സ്റ്റോറീസ്. അദ്ദേഹം ഹാഡ്ലി മീൻസ് നെവർ. അദ്ദേഹം ഈ സ്റ്റോറീസ് ഒന്നും ഇപ്പോഴൊന്നും വിശ്വസിക്കുന്നില്ല. ഈ ജോബ് കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. കാരണം സിൻസ് ഹിസ് അറൈവൽ അറ്റ് ഈസ് ദ പ്ലേസ് എ മന്ത് ago, അദ്ദേഹം ഈ ജോബ് കിട്ടിയിട്ട് 1 മാസത്തിനടുത്തോളായി. ആൻഡ് ഹി ഹാഡ് നോട്ട് സീൻ ഈവൻ ഹിയർഡ് എ ടൈഗർ. അദ്ദേഹം ടൈഗറിന്റെ സൗണ്ട് കേൾക്കുകയോ ടൈഗറിനെ കണ്ടിട്ടോ ഇല്ല. പിന്നെ എന്തിനാ അദ്ദേഹം വിശ്വസിക്കണം? ആൻഡ് there had of course been panthers, and only few days ago he villagers had killed one with their spears and eggs. ഒരു പാന്തേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം മുമ്പാണ്. അത് വില്ലേജേഴ്സ് അവര് കുന്തവും മഴുവൊക്കെ ആയിട്ട് അതിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാൽഡിയോ ഹാഡ് ഒക്കേഷണലി ഹേർഡ് എ സോയിങ് ഓഫ് ദ പാന്തേഴ്സ് കോളിംഗ് ആൻഡ് ടു ഹിസ് മേറ്റ്സ്. അതിന്റെ പാന്തറിന്റെ കരച്ചിൽ കേൾക്കാറുണ്ട്. അത് എന്തിനാ വേണ്ടിയുള്ള കരച്ചിൽ? അതിന്റെ മേറ്റിനെ വിളിക്കുന്നതാണ് അല്ലെ, മേറ്റിനെ വിളിക്കുന്ന, അതിന്റെ അതിന്റെ ചങ്ങാതിയെ വിളിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകാരനെ വിളിക്കുന്ന, അതിന്റെ ഇണയെ വിളിക്കുന്ന, ഇണയെ വിളിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ടുണ്ട്. ബട്ട് ദേ ഹാഡ് നോട്ട് കം നിയർ ദ ടണൽ ഓർ ഷെഡ്. ഈ ഷെഡ് നമ്മുടെ കുടിലിനടുത്തേക്കോ അല്ലെങ്കിൽ ഈ ടണലിനടുത്തേക്കോ ഒരിക്കലും ഒരു പുലി പോലും അല്ലെങ്കിൽ ഒരു കടുവ അല്ലെങ്കിൽ ഒരു പാന്തർ ഒന്നും ഇവിടത്തേക്ക് വന്നിട്ടില്ല. ബാൽഡിയോ walked confidently, for being a tribal himself he was used to the jungle and its way. Baldio walked confidently, for being a tribal himself he was used to jungle and in its way. ബാൽഡിയോ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നടന്നു. ആൻഡ് ഹി വാസ് യൂസ്ഡ് ടു ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേ ഫോർ ബീയിങ് ട്രൈബൽ ഹിംസെൽഫ്. അദ്ദേഹം ഒരു ട്രൈബലില് ഒരു വില്ലേജ് അല്ലെ, അതായത് കാട്ടിൽ വസിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാട് പേടിയില്ല. ആൻഡ് യൂസ്ഡ് ടു ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേ. ആ വഴിയിലൂടെയൊക്കെ അദ്ദേഹം നടക്കുന്നതാണ്. ലൈക്ക് ഹിസ് ഫോർ ഫാദേഴ്സ് ഹി ക്യാരിഡ് എ സ്മോൾ ആക്സ്. അദ്ദേഹത്തിന്റെ ഫോർഫാദേഴ്സിനെ പോലെ, മുൻഗാമികളെ പോലെ, ഹി ക്യാരിഡ് ഒരു സ്മോൾ ആക്സ്. അദ്ദേഹം ഒരു ചെറിയൊരു മഴ കരുതിയിട്ടുണ്ടായിരുന്നു. ഫ്രാങ്കൈൽ ടു ലുക്ക് ബട്ട് ദ ഡെഡ്ലി വെൻ ഇൻസ്. പക്ഷേ പറയട്ടെ, അത് ഇതുവരേക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, വന്യമൃഗങ്ങൾക്കെതിരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. He prided himself in his skill in widening it against wild animals. അദ്ദേഹത്തിന് വളരെ അഭിമാനം തോന്നിയിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ മഴവുണ്ട്, അത് ഏത് തരത്തിലും അദ്ദേഹത്തിന് വീശാനുള്ള, അല്ലെങ്കിൽ വന്യമൃഗത്തിനെതിരെ വീശാനുള്ള ആ ഒരു മെയ്വഴക്കവും കഴിവും അദ്ദേഹത്തിലുള്ളതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. He had killed a young boar with its ones and the family and feasted on flesh for 3 days. ഒരു പ്രാവശ്യം ഇതിനെ കൊണ്ട് അദ്ദേഹം ഒരു മുള്ളംപന്നിയെ കൊന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ആ മുള്ളംപന്നി ഞങ്ങൾ 3 ദിവസത്തേക്ക്, അവരുടെ ഫാമിലിക്ക് 3 ദിവസത്തേക്ക് മതിയായിരുന്നു. കാരണം അവർക്ക് സുഭിക്ഷിതമായ അവരുടെ ഫാമിലി 3 ദിവസം അതിനെ തിന്നിട്ടുണ്ട്. ആൻഡ് ദ ആക്സ് ഹെഡ് പ്യുവർ സ്റ്റീൽ. അത് ആക്സിന്റെ മുന അല്ലെങ്കിൽ അതിന്റെ വായ്ഭാഗം സ്റ്റീൽ കൊണ്ട്, ഒറിജിനൽ പ്യുവർ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. തിൻ ബട്ട് റണ്ണിങ് ട്രൂ ലൈക്ക് ദ ബെൽ അല്ലെ, അതിന്റെ ഭയങ്കര ഷാർപ്പായിരുന്നു. ആൻഡ് ഹാഡ് ബീൻ മെയ്ഡ് ഹിസ് ഫാദർ ഓവർ ദ ചാർക്കോൾ ഫയർ. കൽക്കരിയിൽ അല്ലെങ്കിൽ അതിൽ ചുട്ടെടുത്തിട്ടാണ് അദ്ദേഹം ഈ മുഴവുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാദർ. ചാർക്കോൾ ഫയർ. ദിസ് ആക്സ് വാസ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അച്ഛൻ സമ്മാനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വളരെ ഒരു സ്വത്തായിട്ടാണ് അദ്ദേഹം കരുതി പോകുന്നത്. ആക്സ് വാസ് പാർട്ട് ഓഫ് ഹിംസെൽഫ്. എവിടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ആ സ്മോൾ ആക്സ് ഉണ്ടായിരിക്കും.
And wherever he went, എവിടെ പോയാലും, be it to the local market, അതായത് തൊട്ടടുത്തുള്ള ലോക്കൽ മാർക്കറ്റിലായിക്കോട്ടെ, ആൻഡ് 7 miles away, 7 മൈൽസ് അവേ ഉള്ള എന്താണ് ഒരു ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുമ്പോഴേ ഇത് കൊണ്ടുപോകും. ഓൺ എ ട്രൈബൽ ഡാൻസ്, വില്ലേജ് ഡാൻസ്, ട്രൈബൽ ഡാൻസിന് അവരുടെ എന്താണ് അവരുടെ കുടുംബമായിട്ടില്ലോ ട്രൈബലുകാരുടെ ഡാൻസ് ഉണ്ടല്ലോ, അതിന് പോകുമ്പോഴും ഇദ്ദേഹം ഈ ആക്സ് കൊണ്ടുപോകും. ദ ആക്സ് വാസ് ഓൾവേസ് ഇൻ ഹിസ് ഹാൻഡ്, എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ് ആക്സ് ഉണ്ടായിരിക്കും. ഒക്കേഷൻലി an official who had come to the station had offered him good money for the weapon. ഒരു ദിവസം ഒരു ഒഫീഷ്യൽ അവിടെ വന്നു, സ്റ്റേഷനിൽ വന്നു. ഹു ഹാഡ് കം ടു ദ സ്റ്റേഷൻ ആൻഡ് ഓഫേർഡ് ഹിം ഗുഡ് മണി ഫോർ ദ വെപ്പൺ. അദ്ദേഹത്തിന്റെ ആക്സ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ കൗതുകമായി. അതായത് ഒരു ഉദ്യോഗസ്ഥൻ വന്നല്ലോ, വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ബാൽഡിയോന്റെ എന്താണ് വെപ്പൺ കണ്ടപ്പോൾ, ആക്സ് കണ്ടപ്പോൾ അത് വേണമെന്ന് തോന്നി. ആൻഡ് ഹി ഓഫേർഡ് ഗുഡ് മണി. അദ്ദേഹം അതിനു വേണ്ടി ഒരു നല്ല എമൗണ്ട് ഓഫർ ചെയ്തെങ്കിലും ബാൽഡിയോ ഹാഡ് നോ ഇന്റൻഷൻ ഓഫ് പാർട്ടിങ് വിത്ത് ഇറ്റ്. പക്ഷെ അത് കൊടുക്കാൻ ആര് തയ്യാറായില്ല? നമ്മുടെ ബാൽഡിയോ തയ്യാറില്ല. കാരണം ബാൽഡിയോന്റെ അച്ഛൻ കൊടുത്ത ഒരു സമ്മാനമാണ് അതല്ലേ. അത് അദ്ദേഹം വളരെയധികം എന്താണ് ഇഷ്ടത്തോടെ കാത്തു സൂക്ഷിച്ച ഒരു സംഭവമാണ്. The cutting curved sharply, and the darkness, the black entrance to the tunnel looked up menacingly. അപ്പൊ അദ്ദേഹം എൻട്രൻസിന്റെ അടുത്തെത്തി. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹം വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാണല്ലേ. അപ്പൊ എൻട്രൻസ്, അതായത് ടണലിന്റെ എൻട്രൻസ്, അതിന്റെ വാതിക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു എന്താണ് ഒരു മെനാൻസ്ലി മീൻസ് എന്താണ് ഭയങ്കര ദുഃഖാർദ്രമായ ഒരു എന്തോ ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്താണ് പേടിപ്പെടുത്തുന്നതോ ദുഃഖാർദ്രമായ ഒരു സിമ്പിളാണ് അദ്ദേഹത്തിന് അന്ന് തോന്നിയത്. ആൻഡ് ദ സിഗ്നൽ ലൈറ്റ് വാസ് ഔട്ട്. ഇപ്പോഴെന്താണ് സിഗ്നൽ നേരത്തെ വരുന്ന സമയത്ത് കത്തുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഔട്ട്, എന്താണ് കെട്ടു. ആൻഡ് ബാൽഡിയോ സെറ്റ് ടു വോക്ക് ഹാൾഡ് ദ ലാമ്പ് ഡൗൺ ആൻഡ് ഇറ്റ്സ് ചെയിൻ. അത് ചെയിൻ ഉപയോഗിച്ചിട്ട് അത് മുകളിലാണോ ഉള്ളത്, അത് താഴ്ത്തിയെത്തിയ ശേഷം അതിൽ കത്തിക്കാൻ അദ്ദേഹം ഒരുങ്ങി. ഇഫ് ദ ഓയിൽ ഹാസ് ഫിനിഷ്ഡ്, ഒരുപക്ഷെ അതിൽ ഓയിൽ തീർന്നിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഹി വുഡ് ഹാവ് ടു റിട്ടേൺ ടു ദ ഹട്ട് ഫോർ മോർ. ഇനി കൂടുതൽ ഓയിൽ വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ദ മെയിൽ ട്രെയിൻ വാസ് ഡ്യൂ ഇൻ 5 minutes. എങ്കിലും എന്താണ് ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് മിനിറ്റുകൾ ബാക്കിയുണ്ട്, 5 minutes ആണ്. ആൻഡ് വൺസ് മോർ ഹി ഫബിൾഡ് ഫോർ ദ മാച്ചസ്. ദെൻ സഡൻലി ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ലിസൺഡ്. അദ്ദേഹം തീപ്പെട്ടി അന്വേഷിച്ചു അല്ലെ. അദ്ദേഹം എന്താണ് പോക്കറ്റിൽ അവിടെ ഇവിടെയൊക്കെ തീപ്പെട്ടി എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ദെൻ സഡൻലി ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ലിസൺഡ്. പെട്ടെന്നാണ് അദ്ദേഹം ഒരു സൗണ്ട് കേട്ടത്. അദ്ദേഹം കാതോർത്തു. The frightened cry of barking deer followed by crashing sound in the undergrowth. ഒരു പേടമാന്റെ സൗണ്ട് കേൾക്കുകയാണ്. അതിനോട് പിറകെ എന്താണ് ഒരു ക്രാഷിംഗ് സൗണ്ട്, ഇലകളുടെ ആരോ നടന്നു വരുന്ന സൗണ്ട്, ഇലകളൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ അമരുന്ന ഒരു സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട്. ആൻഡ് മെയ്ഡ് ബാൽഡിയോ ഹറി. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചു. There was still a little oil in the lamp, and after an instant's hesitation, he lit the lamp again. He hoisted into the position. അദ്ദേഹം പെട്ടെന്ന് തന്നെ വിളക്കിൽ എണ്ണ തീരാറായിട്ടുണ്ട് എങ്കിലും അത് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം കത്തിച്ചു. ഹാവിംഗ് ഡൺ ദിസ്, ഹി വാക്ക്ഡ് ക്വിക്ക്ലി ഡൗൺ ഇൻ ദ ടണൽ. പെട്ടെന്ന് തന്നെ ടണലിലേക്ക് അടുത്തേക്ക് ഓടി. ആൻഡ് സോയിങ് ഇൻ ഹിസ് ഓൺ ലാമ്പ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ലാമ്പ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ദ ഷാഡോസ് ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ സൂട്ട് സ്റ്റെയിൻ ദ വാൾസ്. അദ്ദേഹം ടണലിൽ അവിടെയൊക്കെ മൊത്തം ഒന്ന് പരിധി നോക്കി എന്തെങ്കിലും അവിടെ ഉണ്ടോ. ആൻഡ് ഹാവിംഗ് മെയ്ഡ് ഷുവർ ദാറ്റ് ദ ലൈൻ വാസ് ക്ലിയർ. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ ട്രാക്ക്, അതായത് ടണലിനകത്തെ ട്രാക്ക് വളരെ ക്ലിയർ ആണ്. ഹി റിട്ടേൺ ടു ദ എൻട്രൻസ് ആൻഡ് സാറ്റ് ഡൗൺ ടു വെയിറ്റ് ഫോർ ദ മെയിൽ ട്രെയിൻ. അദ്ദേഹം തിരിച്ച് ടണലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നു. എന്നിട്ട് സ്റ്റേഷനിൽ സാറ്റ് ഡൗൺ ദ വെയിറ്റ് ഫോർ ദ ട്രെയിൻ, മെയിൽ ട്രെയിൻ കാത്ത് അവിടെ ഇരുന്നു. ദ ട്രെയിൻ വാസ് ലേറ്റ്. അന്ന് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. സിറ്റിംഗ് ഹഡിൽ ബട്ട് ഓൾമോസ്റ്റ് ഡോസിങ്. അദ്ദേഹം അവിടെ ഇരുന്നു. ഡോസിങ് ആണ്. ഡോസിങ് മീൻസ് പാതി മയക്കം അല്ലെ, നന്നായി ഉറങ്ങുന്നല്ല. ഡോസിങ് മീൻസ് മയക്കം എന്നർത്ഥം. ആൻഡ് ഹി സൂൺ ഫോർഗെറ്റ് ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് ബിഗാൻ ടു നോട്ട്. അദ്ദേഹം ചുറ്റുപാടൊക്കെ മറന്ന് അദ്ദേഹം മയക്കത്തിലാണ്. ബാക്ക് ഇൻ ദ ഹട്ട്. എങ്കിലോ നമുക്ക് നോക്കാം. ബാക്ക് ഇൻ ദ ഹട്ട്, നമുക്ക് എവിടത്തേക്ക് പോകും? ഹട്ടിൽ എന്താ ചെയ്യുന്നത്? ദ trembling of the ground told of the approaching of the train and the low distance rumble work on the boy. പെട്ടെന്ന് ട്രെയിൻ വരുന്ന സൗണ്ട് ആര് കേൾക്കുന്നത്? നമ്മുടെ ബോയ് കേൾക്കുന്നുണ്ട്. അവൻ കിടക്കുമ്പോൾ അതിനുള്ളിൽ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഒരു പ്രകമ്പനം ഉണ്ടാവും അല്ലെ, അത് അവൻ കേട്ട് ഞെട്ടി ഉണർന്നു. ഹു സാറ്റ് അപ്പ് റബ്ബിംഗ് ഹിസ് സ്ലീപ്പ് ഫ്രം ഹിസ് ഐസ്. കണ്ണൊക്കെ തിരുമ്പി അവൻ ഉണർന്ന് എഴുന്നേറ്റു. ഫാദർ, ഇറ്റ് ഇസ് ടൈം ടു ലൈറ്റ് ദ ലാമ്പ്.
അച്ഛ ഇതാണ് എന്താണ് ലൈറ്റ് തെളിയിക്കേണ്ട സമയം. അവൻ വിചാരിച്ച അച്ഛൻ എഴുന്നേറ്റ് പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഹി മമ്പിൾഡ് ആൻഡ് ദെൻ റിയലൈസിംഗ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ബീൻ ഗോൺ സം ടൈം. പിന്നീട് അവൻ കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ അവന് മനസ്സിലായി അച്ഛൻ നേരത്തെ പോയല്ലോ. ഹി ലേ ഡൗൺ അഗൈൻ. അവൻ വീണ്ടും കിടന്നുറങ്ങി. ബട്ട് ഹി വാസ് വൈഡ് അവേക്ക് നൗ. He was wide awake now, waiting for train to pass, waiting for others returning to footstep. കിടന്നെങ്കിലും അവൻ കാതോർത്തിരുന്നു. എന്താ കാതോർത്തിരുന്നത്? ട്രെയിൻ കടന്നു പോകുന്ന ശബ്ദം, തിരിച്ച് അച്ഛൻ വീട്ടിലേക്ക് നടന്നു വരുന്ന ശബ്ദം. ഈ രണ്ട് ശബ്ദത്തിനു വേണ്ടി അവൻ കാതോർത്തിരുന്നു. സെക്ഷൻ 3. ബാൽഡിയോ അവിടെ ഉറക്കത്തിലാണല്ലോ. എ ലോ ഗ്രണ്ട് റിസൗണ്ടഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ കട്ടിങ്. ആ എൻട്രൻസിൽ നിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ഇൻ എ സെക്കൻഡ് ബാൽഡിയോ വാസ് അവേക്ക്. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ഉണർന്നു. ഓൾ ഹിസ് സെൻസ് അലേർട്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സെൻസും എന്താണ് അലേർട്ട് ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓൺലി ചെവി, മീൻസ് ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് അല്ലെ, നമ്മൾ ഓർഗൻസ്, സെൻസ് ഓർഗൻസ് ഒക്കെ അലേർട്ട് ആവാൻ തുടങ്ങി. ഓൺലി എ ടൈഗർ കുഡ് എമിറ്റ് സച്ച് എ സൗണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ടൈഗറിന് മാത്രമേ ഇത്തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂ. അതായത് ഒരു ടൈഗർ എവിടെയോ ഉണ്ട്. ദർ വാസ് നോ ഷെൽട്ടർ ഫോർ ബാൽഡിയോ. അദ്ദേഹത്തിന് ഒളിക്കാൻ ഒരിടം ഉണ്ടായിരുന്നില്ല. ബട്ട് ഹി ഗ്രാസ്പ്ഡ് ഹിസ് ആക്സ് ഫേർമലി ആൻഡ് ടെൻസ്ഡ് ഹിസ് ബോഡി. അദ്ദേഹം എന്താണ്, ഒളിക്കാൻ ഇടമില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ലായിരുന്നു, അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആക്സ്, അദ്ദേഹം ഒന്നുകൂടി അതിന് മുറുകെ പിടിച്ചു. ബട്ട് ഹി ഗ്രാസ്പ്ഡ് ഹിസ് ആക്സ് ഫേർമലി ആൻഡ് ടെൻസ്ഡ് ഹിസ് ബോഡി, ട്രൈയിങ് ടു മേക്ക് ഔട്ട് ദ ഡിറക്ഷൻ ഫ്രം വിച്ച് ദ ആനിമൽ വാസ് അപ്രോച്ചിങ്. അദ്ദേഹം ചുറ്റുപാട് നോക്കി ഏത് ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ടൈഗർ വരുന്നതെന്ന്. ഫോർ സം ടൈം ദർ വാസ് ഓൺലി സൈലൻസ്. ചിലപ്പോൾ ഒരു സൗണ്ടും ഇല്ല, വളരെ ശാന്തമാണ്. ആൻഡ് ഈവൻ യൂഷ്വൽ ജംഗിൾ നോയ്സ് സീംഡ് ടു ഹാവ് സീസ്ഡ് ഓൾ ടുഗദർ. സീസ്ഡ് മീൻസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ സ്റ്റോപ്ഡ്. ഈ വനത്തിലുള്ള അല്ലെങ്കിൽ ഈ കാട്ടിലെ എല്ലാ സൗണ്ടുകളും ഒരുമിച്ച് നിലച്ച പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. Then a thump and the rattle of small stones announced that the tiger had sprung into the cuttings. അതായത് ചെറിയ ചെറിയ പരലക്കല്ലുകൾ ഇങ്ങനെ കടുവ വരുന്ന സമയത്ത് ഇങ്ങനെ അനങ്ങുന്നുണ്ട് അല്ലെ, ചലിക്കുന്നുണ്ട്. അതായത് അതിന്റെ കാൽപാദം ആ കല്ലിന് മുകളിൽ പരൽക്കല്ലുകൾക്ക് മുകളിൽ ചവിട്ടുന്ന സമയത്ത്, അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആ കല്ലുകളുടെ ചെറിയ ചെറിയ ശബ്ദമാണ് കേൾക്കുന്നത്. ബാൽഡിയോ ലിസൺ ആസ് ഹി ഹാഡ് നെവർ ലിസൺഡ് ബിഫോർ. അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചു. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ഇതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വണ്ടേർഡ് ഇഫ് ഇറ്റ് വാസ് മേക്കിംഗ് ഫോർ ദ ടണൽ ഓർ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഇൻ ദ ഡിറക്ഷൻ ഓഫ് എ ഹട്ട്. അദ്ദേഹം പേടിച്ചത് ഒരുപക്ഷെ ആ കടുവ ഈ ഡിറക്ഷനിലേക്കാണ് വരുന്നത്, എൻ്റെ അടുത്തേക്കാണോ വരുന്നത്. അതിനേക്കാൾ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇത് എവിടത്തേക്കാണ്, നമ്മൾ കുടിൽ, ഹട്ടിൽ ആര് കിടന്നുറങ്ങുന്നത്, ആ കുടിൽ ആര് കിടന്നുറങ്ങുന്നുണ്ട്, 12 വയസ്സുകാരനായിട്ട് എമ്പ് കിടന്നുറങ്ങുന്നുണ്ട് അല്ലെ, കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അവന്റെ അടുത്തേക്ക് പോകുമോ എന്നായിരുന്നു ആർക്ക് പേടി, അച്ഛനായ ബാൽഡിയോക്ക് പേടി. പിന്നെന്താ പറഞ്ഞത്, ഹി ഡിഡ് നോട്ട് ഹാവ് ടു വണ്ടർ ഫോർ ലോങ്. അദ്ദേഹത്തിന് അതിശയിച്ച് നിൽക്കാൻ കുറെ സമയം കിട്ടിയില്ല. ബിഫോർ എ മിനിറ്റ് ഹാഡ് എ പാസ്ഡ് ഹി മെയ്ഡ് ഔട്ട് ഓഫ് ദ ഹ്യൂജ് ബോഡി ഓഫ് ദ ടൈഗർ ത്രോട്ടിങ് സ്റ്റെഡിലി ടുവേർഡ്സ് ഹിം. ഇറ്റ്സ് ഐസ് ഷോ എ ബ്രില്യന്റ് ഗ്രീൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ സിഗ്നൽ ലാമ്പ്. അദ്ദേഹത്തിന്റെ മേലിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന, ചാടി വരുന്ന കടുവയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ, അതിന്റെ കണ്ണുകൾ, അതായത് കടുവയുടെ കണ്ണുകൾ അല്ലെ, ബ്രില്യന്റ് ഗ്രീൻ ലൈറ്റ് ഇൻ ദ ഫോം ഫ്രം ദ സിഗ്നൽ ലാമ്പ്. അതിന്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. സിഗ്നൽ ലാമ്പിൽ അദ്ദേഹം അത് ശരിക്കും കണ്ടു. അത് കടുവയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഫൈറ്റ് വാസ് യൂസ്ലെസ്. അതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് യൂസ്ലെസ് ആണ്, യാതൊരു ഉപയോഗമില്ല. ഫോർ ഇൻ ദ ഡാർക്ക് ദ ടൈഗർ വുഡ് ബി മോർ sure footed than Baldio, and he would soon be upon him from the behind. Baldio stood with his back to the signal stand. അതായത് സിഗ്നൽ സ്റ്റാൻഡിന്റെ പോസ്റ്റിന്റെ പിറകിലേക്ക് അദ്ദേഹം നീങ്ങി നിന്നു, അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ വേണ്ടി. അല്ലാതെ അതിനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് അത് യൂസ്ലെസ് ആണ് അദ്ദേഹത്തിന് തോന്നി. മോഷൻലെസ്, അനങ്ങാതെ, സ്റ്റിയറിംഗ് അറ്റ് ദ ഗ്രേറ്റ് ബ്രൂട്ട് മൂവിംഗ് റാപ്പിഡ്ലി ടുവേർഡ്സ് ഹിം. അനങ്ങാതെ നിന്നു, അതിനെ നോക്കിക്കൊണ്ട്, ആ കടുവയുടെ വരവ് നോക്കിക്കൊണ്ട് നിന്നു അല്ലെ. സ്റ്റിയറിംഗ് മീൻസ് ലുക്കിംഗ്, സ്റ്റിയറിംഗ് അറ്റ് ദ ഗ്രേറ്റ് ബ്രൂട്ട്. ആ മൃഗം ഇങ്ങനെ എന്താണ് റാപ്പിഡ്ലി വരുന്നത് നോക്കി നിന്നു. ദ ടൈഗർ യൂസ്ഡ് ടു ദ വേസ് ഓഫ് men, for it had been preying on them for years, came on fearlessly, and with a quick run and snap struck out of the right paw, expecting to bowl over his punny man who dared stand in the way. അദ്ദേഹത്തിന്റെ മേളിലേക്ക് എടുത്തു ചാടി.
അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ബാൽഡിയന്റെ മുകളിലേക്ക് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് കൈപ്പത്തിയൊക്കെ ഇങ്ങനെ എന്താണ് വിരിച്ച് അത് എന്താണ് കൈപ്പത്തിയൊക്കെ ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി. Baldior was ready with a marvelous angle leap over avoid the paw and brought his axe down the animal shoulder. അദ്ദേഹം അത് ചാടുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആക്സ് ഒന്ന് വീശി ആനിമൽസിന്റെ ഷോൾഡറിലാണ് അത് കൊണ്ടത്. The tiger gave a roar and attempt to close in. അത് അലർച്ച്, അതായത് ആക്സ് കൊണ്ടപ്പോൾ അതിന് നന്നായി മുറിവ് പറ്റി അത് അലറാൻ തുടങ്ങി, വേദന കൊണ്ട് അലറാൻ തുടങ്ങി. The tiger gave a roar and attempt to close in. Again Baldio drove his axe which caught the tiger on the shoulder. വീണ്ടും അദ്ദേഹം ഒന്നുകൂടെ ആഞ്ഞു വീശി അല്ലെ, അതിനെ ഒന്നുകൂടി അതിന്റെ നേരേക്ക് ആഞ്ഞു വീശിയപ്പോൾ എന്താ നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ആക്സ് അതായത് ടൈഗറിന്റെ ശരീരത്തിൽ തറച്ചു നിന്നു, അതായത് തിരിച്ചു കിട്ടിയില്ല. ഓൾമോസ്റ്റ് സിവറിങ് ലെഗ്, അതായത് അതിന്റെ ആ ലെഗ് മുറിഞ്ഞു വീഴാറായിട്ടുണ്ടായിരുന്നു, എന്താണ് മുറിഞ്ഞ് വീഴാറായിട്ടുണ്ട്. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ് ദ ആക്സ് റിമൈൻഡ് സ്റ്റക്ക് ഇൻ ബോൺ. അതിന്റെ ബോണിലാണ് അതിന്റെ കാലിന്റെ ബോണിലാണ് ഏത് കൊണ്ടിട്ടുള്ളത്, നമ്മുടെ ആക്സ് കൊണ്ടിട്ടുള്ളത്, അതും വലിച്ച് അത് പോകാൻ തുടങ്ങി. ആൻഡ് ബാൽഡി വാസ് ലെഫ്റ്റ് വിത്തൗട്ട് എ വെപ്പൺ. ബാൽഡി എന്താണ് വിത്തൗട്ട് വെപ്പൺ, അതായത് ഒരു ആയുധം ഇല്ലാതെ നിരായുധനായിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതിന്റെ കാലിലാണ് അത് കൊണ്ടിരിക്കുന്നത്. പിന്നെ ദ ടൈഗർ റോറിംഗ് വിത്ത് പെയിൻ, അത് പെയിൻ കൊണ്ട് ഇങ്ങനെ അലറാൻ തുടങ്ങി. നൗ സ്പ്രാങ് മീൻസ് ജമ്പ്, അത് എന്താണ് അതിന്റെ ദേഷ്യത്തിലും സങ്കടത്തിലും വേദനയിലും അത് വീണ്ടും എന്താണ് ബാൽഡിയോന്റെ മുകളിലേക്ക് ചാടി വീണു. അപ്പോൺ ബാൽഡിയോ ബ്രിങ്ങിങ് ഹിം ഡൗൺ ആൻഡ് ദെൻ ടിയറിംഗ് ഹിസ് ബ്രോക്കൺ ബോഡി. വീഴുക മാത്രമാണോ? അല്ല, അതിന്റെ കൈപ്പത്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ പിച്ച് ചിന്തി. ഇറ്റ് വാസ് ഓൾ ഓവർ ഇൻ എ ഷാർപ്പ് ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് നിമിഷം കൊണ്ട് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ബാൽഡിയോ വാസ് എ കോൺഷ്യസ് ഓൺലി ഫോർ സിയറിംഗ് പെയിൻ ഡൗൺ ഹിസ് ബാക്ക്. അദ്ദേഹത്തിന്റെ പിറകിലാണ് അത് വന്ന് വീണത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ആ പിറകിൽ ഇങ്ങനെ അതിന്റെ നഖം ഇങ്ങനെ കോറി വരുന്ന നഖത്തിലൂടെ ബ്ലഡ് ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് മാത്രമാണ് ആർക്കറിയുന്നത്, ബാൽഡിയോക്ക് അറിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. ദെൻ ദർ വാസ് ബ്ലാക്ക്നെസ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഇരുട്ടാണ് വന്നത്, കണ്ണിലേക്ക് ഒരു കടുത്ത ഇരുട്ടാണ് വന്നത്. ആൻഡ് ദ നൈറ്റ് ക്ലോസ്ഡ് ഇൻ ഓൺ ഹിം ഫോർ എവർ. അങ്ങനെ രാത്രി എന്നേക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അടഞ്ഞു കിടന്നു. മീൻസ് അദ്ദേഹം മരിച്ചു എന്നാണ് അർത്ഥം. അടുത്തത് 4ാമത്തെ സെക്ഷൻ ആണ്. 4ാമത്തെ ലാസ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് അല്ലെ. ബാൽഡിയോ ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ, അതായത് കുടുംബനാഥനാണ് അല്ലെ. കുടുംബനാഥനാണ് അദ്ദേഹം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ആൻഡ് ഹൂ ടുക്ക് ഓൺ ഹിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹൗ ഡിഡ് ഹി ടാക്കിൾ ദം. ആരാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ. അടുത്തതായി പറയുന്നത് ദ ടൈഗർ ഡ്രൂ ഓഫ് ആൻഡ് സാറ്റ് ഡൗൺ ലിക്കിംഗ് ഹിസ് വോണ്ടഡ് ലെഗ്. അതിന്റെ മുറിവേറ്റ ലെഗ് അത് ലിക്ക് ചെയ്തോണ്ട് നക്കിക്കൊണ്ടിരുന്നു, ബ്ലഡൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണത്. റോറിങ് എവരി നൗ ആൻഡ് ദെൻ വിത്ത് അഗണി. അത് ഉച്ചത്തിൽ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. ആൻഡ് ഹി ഡിഡ് നോട്ട് നോട്ടീസ് ദ ഫെയിന്റ് റംബിൾ ദാറ്റ് ഷോക്ക് ദ എർത്ത്. അപ്പോൾ ഭൂമി കുലുങ്ങുന്നതൊന്നും പ്രകമ്പനൊന്നും അതിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അത് മനസ്സിലായില്ല. കാരണം ട്രെയിന് പിറകെ വരികയാണ്, ഇത് റെയിലിന്റെ ആ ടണലിനകത്തേക്കാണ് ഇതുള്ളത്. അതായത് ബാൽഡിയോനെ അവിടെ ഇട്ടിട്ട് അത് ടണലിനടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫോളോഡ് ബൈ ദ ഡിസ്റ്റൻസ് പഫിംഗ് ഓഫ് എൻജിൻ സ്റ്റഡിലി ആൻഡ് ക്ലൈംബിംഗ്. ആ എൻജിൻ വരികയാണ്, ട്രെയിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. ദ ഓവർലാൻഡ് മെയിൽ വാസ് അപ്രോച്ചിങ്. ആ ട്രെയിൻ ഇങ്ങോട്ടേക്ക് ടണലിനടുത്തേക്ക് വരുന്നുണ്ട്. ത്രൂ ദ ട്രീസ് ബിയോണ്ട് ദ കട്ടിംഗ് ആസ് ദ ട്രെയിൻ അഡ്വാൻസ് ദ ഗ്ലോ ഓഫ് എ ഫർണൈസസ് കുഡ് ബി സീൻ. അതായത് രാത്രിയിൽ ആ ഫോറസ്റ്റിനിടയിലൂടെ ആ കാട്ടിനിടയിലൂടെ വരുന്ന സമയത്ത് ട്രെയിൻ വരുന്ന ദ ഷവർ ഓഫ് എ സ്പാർക്ക് ഫെൽ ലൈക്ക് ദീപാവലി ലൈറ്റ്സ് ഓവർ ദ ഫോറസ്റ്റ്. അതായത് ഫോറസ്റ്റിൽ ദീപാവലി അല്ലെ, ദീപാവലി മീൻസ് ദീപാവലി ഉള്ള പോലെ ഒരു പ്രതീതിയാണ് കാണുന്നത്. കാരണം മൊത്തം ആ കാട് മൊത്തം ലൈറ്റിൽ തെളിഞ്ഞിരിക്കുകയാണ് ആ ട്രെയിനിന്റെ ലൈറ്റ് കാരണം. ആസ് എ ട്രെയിൻ എൻറ്റേർഡ് ദ കട്ടിംഗ്. അപ്പൊ എൻട്രൻസിലേക്കുള്ള കട്ടിങ്ങിലൂടെ ട്രെയിൻ വരികയാണ്. ദ എൻജിൻ വിസിൽഡ് വൺസ്. ട്രെയിൻ ചൂളം വിളിക്കാൻ തുടങ്ങി. ലൗഡ് ആൻഡ് പിയേഴ്സ്ലി അല്ലെ, അത് ഭയങ്കരമായ ഒരു ശബ്ദത്തോടു കൂടിയാണ് എൻജിൻ ചൂളം വിളിക്കാൻ തുടങ്ങിയത്. ദ ടൈഗർ റൈസ്ഡ് ഹിസ് ഹെഡ്. ആ സമയത്ത് ടൈഗർ അതിന്റെ തല ഒന്ന് ഉയർത്തി നോക്കി. ദെൻ സ്ലോലി ഗോട്ട് ഇറ്റ് ഹിസ് ഹൈ ഫീറ്റ്. അതിന്റെ കാലെടുത്ത് അല്ലെങ്കിൽ കാല് വലിച്ചുകൊണ്ട് അത് ആ കട്ടിങ് കടക്കാൻ നോക്കി. ഹി ഫൗണ്ട് ഹിംസെൽഫ് ട്രാപ്ഡ് ലൈക്ക് ദ മാൻ.
അതിന് മനസ്സിലായി ഞാനും ബാൽഡിയനെ പോലെ എന്താണ് ട്രാപ്പ് ആയിട്ടാണുള്ളത് അല്ലെ. ആൻഡ് ഫ്ലൈറ്റ് മീൻസ് ഓട്ടം, റൺ അതായത് ഫ്ലൈറ്റ് ചെയ്യുക അങ്ങോട്ടേക്ക്. ഇത് എന്താണ്, ടൈഗറിന് ഓടുക എന്നത് അസാധ്യമായിരുന്നു. ആൻഡ് ഫ്ലൈറ്റ് അലോങ് ദ കട്ടിംഗ് വാസ് ഇമ്പോസിബിൾ. ഹി എൻജോയ്ഡ് ദ ടണൽ, അത് ടണൽ അകത്തേക്ക് എന്താണ് കടന്നു. പിന്നെ എന്ത് ചെയ്തു, റണ്ണിങ് ആസ് ഫാസ്റ്റ് ആസ് ആ മുറിവേറ്റ കാലം വലിച്ച് അത് ഓടാൻ തുടങ്ങി. ആൻഡ് ദെൻ വിത്ത് റോർ ആൻഡ് ഷവർ ഓഫ് എ സ്പാർക്ക്, പിന്നെ വലിയൊരു അലർച്ചയാണ് കേട്ടത്. ഷവർ ഓഫ് എ സ്പാർക്ക്, സ്പാർക്ക് ദ ട്രെയിൻ, പിന്നെ എന്താണ് ഷവർ ഓഫ് സ്പാർക്ക് മീൻസ് ആ ട്രെയിൻ ആ മൂവ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദ ട്രെയിൻ എൻഡഡ് ദ യോണിംഗ് ടണൽ, ട്രെയിൻ എന്താണ് ടണലിലൂടെ കടന്നു പോയി. ഒരു അലർച്ച മാത്രം നമ്മൾ കേട്ടു. ദ നോയ്സ് ഇൻ ദ കൺഫൈൻഡ് സ്പേസ് വാസ് ഡിഫീറ്റിംഗ്, ബട്ട് വെൻ ദ ട്രെയിൻ come out the open, the other side silence returned once more for the forest and the tunnel. ട്രെയിൻ എന്താണ് ടണലിലൂടെ കടന്നു പോയപ്പോൾ വീണ്ടും ആ ഫോറസ്റ്റ് ഒന്നുകൂടെ എന്താണ് ശ്മശാനമായി, അല്ലെങ്കിൽ ഒന്നുകൂടെ നിശബ്ദമായി എന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മൾക്ക് ഇതിനു മുമ്പ് ഒരിക്കൽ കൂടി എന്താണ് നിശബ്ദമായിട്ടുണ്ടായിരുന്നു. കാരണം അത് ആര് മരിച്ചപ്പോഴാണ്, നമ്മുടെ ബാൽഡിയ മരിച്ചപ്പോൾ അല്ലെ. ആ കാട് ഒന്നാകെ ഒരു ശ്മശാന മൂകതയിലായിരുന്നു. ഇപ്പോഴെന്താണ് വീണ്ടും എന്താണ് പറയുന്നത്, സൈലൻസ് റിട്ടേൺഡ് വൺസ് മോർ, ഒരിക്കൽ കൂടി ആ കാട്ടിലേക്ക് എന്ത് വന്നു, എന്താണ് റിട്ടേൺഡ് സൈലൻസ്, സൈലൻസ് റിട്ടേൺഡ്, വീണ്ടും എന്താണ് ആ ശൂന്യത അല്ലെങ്കിൽ ആ സ്റ്റിൽനെസ് അല്ലെങ്കിൽ ആ സൈലൻസ് തിരിച്ചു വന്നു. അതിനർത്ഥം എന്താണ്, ടൈഗർ മരിച്ചെന്നാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ദ ഡ്രൈവർ സ്ലോവ്ഡ് ഡൗൺ ആൻഡ് സ്റ്റോപ്പ്ഡ് ഹിസ് ട്രെയിൻ ടു വാട്ടർ ദ എഞ്ചിൻ. പണ്ടൊക്കെ എന്താണ് ട്രെയിനിൽ വെള്ളം നിറക്കാറുണ്ട് അല്ലെ. കൽക്കരി ആണ് എഞ്ചിനായി ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ, എഞ്ചിൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പണ്ടൊക്കെ വെള്ളം ധാരാളം വേണ്ടി വരും. അപ്പൊ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് എന്താണ്, വെള്ളം കൽക്കരി വണ്ടികൾ സാധാരണ വെള്ളം നിറക്കാൻ വേണ്ടി ഓരോ സ്റ്റേഷനിലൊക്കെ നിർത്താറുണ്ട്. അങ്ങനെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ട്രെയിൻ നിർത്തിയപ്പോൾ he got down to stretch his leg and decided for just above cowcatcher lay a major portion of the tiger cut in the half by the engine. അദ്ദേഹം എന്താണ് എഞ്ചിന്റെ അടുത്ത് എഞ്ചിന് പറ്റി പിടിച്ചിരിക്കുന്ന ടൈഗറിന്റെ ബോഡി കണ്ടെത്തി ഒരു എന്താണ് കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. At the station he drives slowed down and stopped his train to water the engine, and he got down to stretch his leg and decided to examine the headlamp. ഹെഡ്ലാമ്പ് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഹി റിസീവ്ഡ് എ സർപ്രൈസ് ഓൺ ഹിസ് ലൈഫ്. ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു സർപ്രൈസ് അദ്ദേഹത്തിന് കിട്ടി. എന്താണിത്, ഫോർ ജസ്റ്റ് അബൌവ് ദ കൗ ക്യാച്ചർ ലേ. കൗ ക്യാച്ചർ മീൻസ് പശുവിനെ പിടിക്കുന്ന, ശരിക്കും എന്താണ് മാനീറ്റർ ആണത്. എന്താണ് കൗ ക്യാച്ചർ ലേ, ദ കൗ ക്യാച്ചർ മീൻസ് ആ ക്യാച്ച് ചെയ്യുന്ന ആരാണോ ടൈഗർ, ആ ടൈഗറിന്റെ മേജർ പോർഷൻ എഞ്ചിന് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് കട്ട് ഇൻ ഹാഫ് ബൈ എഞ്ചിൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. There was a considerable excitement and conjecture at the station, but back of the cutting there was no sound except the sob of them. അതായത് എന്താണ്, ദർ വാസ് എ കൺസിഡറബിൾ എക്സൈറ്റ്മെന്റ്, എല്ലാവർക്കും അതിനെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണ് സ്റ്റേഷനിൽ വളരെ ഒച്ചപ്പാട്, അതിനെ കാണാൻ വേണ്ടി ആളുകളും അതൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടോ ബഹളൊക്കെയാണ്. പക്ഷേ ബട്ട് ദ ബാക്ക് ഓഫ് ദ കട്ടിങ്, ആ കട്ടിങ്ങിന്റെ പിറകിൽ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ അല്ലെ, ദീർഘദൂരം വണ്ടി പോയെങ്കിലും ആ നമ്മളെ എൻട്രൻസ് ഉണ്ട്, അതായത് നമ്മളെ കട്ടിങ് ഉണ്ട് ടണലിൽ. ബാക്ക് കട്ടിങ് ദർ വാസ് എ നോ സൗണ്ട്, അവിടെ സൗണ്ട് ഇല്ല, പക്ഷെ ഒരാളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ആരാണ്, എക്സെപ്റ്റ് ഫോർ ദ സോബ്സ് എന്നാൽ തേങ്ങൽ അല്ലെ, തേങ്ങിക്കരയുന്ന ആരാണ് തേങ്ങിക്കരയുന്ന ഇവിടെ, സോബ്സ് ഓഫ് എ ബോയ്, ഒരു ആൺകുട്ടിയുടെ തേങ്ങിക്കരച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ആസ് ഹി സാറ്റ് ബിസൈഡ് ബോഡി ഓഫ് ഹിസ് ഫാദർ, അച്ഛന്റെ ബോഡിക്കരികിൽ ഇരുന്ന് കരയുന്ന 12കാരന്റെ ഒരു തേങ്ങൽ മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും. ഈ സമയം നേരം വെളുക്കുന്നത് വരെ അച്ഛന്റെ ബോഡിക്ക് കാവലിരുന്നു. ആൻഡ് അഫേർഡ് ഓഫ് ദ ഡാർക്ക്നെസ്, അതായത് ഇരുട്ടിനെ പേടിയില്ലാതെ ആ 12 വയസ്സുകാരൻ അച്ഛന്റെ ബോഡിക്ക് കാവൽ നിന്നു. ആൻഡ് ഗാർഡിങ് ദ ബോഡി, എന്തിനാണ് അവിടെ ഇരുന്നത്, ഒരു വന്യമൃഗങ്ങളും മൃഗങ്ങൾ അച്ഛന്റെ ബോഡി കൊണ്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗാർഡിങ് ബോഡി ഫ്രം ജാക്കോൾസ് അല്ലെ, ഹൈനാസ് ആണ് ജാക്കോൾസ്, അതായത് ചെന്നായ്ക്കളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛന്റെ ബോഡി വലിച്ചു കൊണ്ടുപോകണ്ടെന്ന് വെച്ചത്. അതിനെ ആ ബോഡിയെ കാത്തിരിക്കുകയാണ്. until the first faint light of dawn brought with it its arrival of the relief the watchman, അതായത് സൂര്യകിരണം അല്ലെ, അതായത് until first faint light of the dawn brought with it the arrival of the relief watchman. വാച്ച്മാന്റെ ശരീരത്തിലേക്ക് ആദ്യത്തെ പ്രകാശം വീഴുന്നത് വരെ അല്ലെ, ആ മരിച്ചു കിടക്കുന്ന വാച്ച്മാന്റെ ശരീരത്തിലേക്ക് ആദ്യത്തെ സൂര്യ വെളിച്ചം വീഴുന്നവരേക്കും അവനെ കാത്തു നിന്നു. Tembu and his sister and mother were plunged in grief for
ഹോളിഡേയ്സ് 2 ദിവസം മൊത്തമായിട്ട് അവരെന്താണ് അച്ഛൻ മരിച്ച ദുഃഖത്തിൽ ആഴ്ന്നിരുന്നു. പിന്നെ നമുക്കറിയാം ജീവിതം പിന്നെയും മുന്നോട്ട് പോകാനുള്ളതാണ് അല്ലെ. ആൻഡ് ബട്ട് ലൈഫ് ഹാഡ് ഗോ ഓൺ. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ അല്ലെ. ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ. ഒരിക്കലും ഒരു മരണം കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് മറ്റുള്ളവരെ ജീവിതം പാതി വഴിയിൽ നിർത്താൻ പറ്റില്ലല്ലോ. ആൻഡ് എ ലിവിങ് ഹാഡ് ടു ബി മെയ്ഡ്. all the responsibility now fell on ടെമ്പു. അങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആരുടെ ചുമലിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ചും കൂടെ വലുത് ടെമ്പു ആണ്. 12 വയസ്സായിട്ടുള്ളെങ്കിൽ പോലും അവനാണ് അവിടെ വലുത്. 3 nights later, 3 രാത്രികൾ കഴിഞ്ഞു. 3 രാത്രികൾക്ക് ശേഷം ഹി വാസ് അറ്റ് ദ കട്ടിങ്. ഇപ്പോൾ ആ കട്ടിങ്, ആ ടണലിന്റെ മുമ്പിൽ ആരാണ് കുത്തിയിരിക്കുന്നത് അറിയോ? നമ്മുടെ ടെമ്പു ആണ് കുത്തിയിരിക്കുന്നത്. ലൈറ്റിംഗ് ദ സിഗ്നൽ ലാമ്പ് ഫോർ ദ ഓവർലാൻഡ് മെയിൽ. ദീർഘദൂര വണ്ടികൾക്ക് വേണ്ടി ലൈറ്റ് തെളിയിക്കാൻ ഈ കട്ടിങ്ങിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആരാണ്? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആരാണ്? ടെമ്പു ആണ് എന്നാണ് പറഞ്ഞത്. ഹി സാറ്റ് ഡൗൺ ഇൻ ദ ഡാർക്ക്നെസ്. അവൻ എവിടെ ഇരുന്നു? ഹി സാറ്റ് ഡൗൺ ഇൻ ദ ഡാർക്ക്നെസ് ടു വെയിറ്റ് ഫോർ ദ ട്രെയിൻ. ട്രെയിനെ കാത്തുകൊണ്ട് അവൻ അവിടെ ഇരുന്നു. ആൻഡ് സാങ് സോഫ്റ്റ്ലി ടു ഹിംസെൽഫ്. മെല്ലെ അവന് വേണ്ടി തന്നെ മെല്ലെ പാടാൻ, മന്ദമായിട്ട് അല്ലെങ്കിൽ ഒതുങ്ങിയ സ്വരത്തിൽ അല്ലെ, മനസ്സിൽ അവൻ പാട്ട് പാടാൻ തുടങ്ങി. ദർ വാസ് നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ്. ഒന്നിനെയും പേടിക്കാനില്ല. അവൻ പറയാണ്, ഒന്നിനെയും ഇനി പേടിക്കാനില്ല. ഹിസ് ഫാദർ ഹാഡ് കിൽഡ് എ ടൈഗർ. ഇനി ഒന്നിനും പേടിക്കാനില്ല. കാരണം ഒരു കടുവയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് എന്റെ അച്ഛൻ കൊന്നിരിക്കുന്നു അല്ലെ. അച്ഛൻ അതിനെ കൊന്ന്, ആക്ച്വലി അച്ഛനാണ് അതിനെ മുറിവേൽപ്പിച്ചത്. അതിലൂടെയാണ് അത് മരിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ്, അച്ഛൻ അതിനെ കൊന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. ദ ഫോറസ്റ്റ് ഗോഡ് വെയർ പ്ലേസ്ഡ്. വനദേവതകൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് ബിസൈഡ് ഹി ഹാഡ് ആക്സ് വിത്ത് ഹിം. അത് മാത്രമല്ല, അച്ഛന്റെ ആക്സ് അവന് തിരികെ കിട്ടിയിട്ടുണ്ട് അല്ലെ. പാളത്തിൽ നിന്ന് അവനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ ആക്സ്. ഹിസ് ഫാദേഴ്സ് ആക്സ്. ആരുടെ ആക്സ് ആണ്? അച്ഛന്റെ ആക്സ് ആണ്. ആൻഡ് ഹി നൗ ന്യൂ ടു യൂസ് ഇറ്റ്. അവനറിയാം ഇപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അവന് നന്നായിട്ട് അറിയാം. അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ നേരിടാൻ വേണ്ടി അവൻ എന്തിനും തയ്യാറായിട്ട് അച്ഛന്റെ ജോബ് ഏറ്റെടുത്ത് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുകയാണ് നമ്മുടെ ടെമ്പു എന്ന ഈ 12 വയസ്സുകാരൻ അല്ലെ. അപ്പൊ വളരെ നല്ല ഒരു സ്റ്റോറിയാണ് റസ്കിൻ ബോണ്ട് എഴുതിയിരിക്കുന്നത്, ടൈഗർ ഇൻ ദ ടണൽ. ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ഈ ചെറിയ കുട്ടിയുടെ തലയിൽ വീഴുന്ന, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ജീവിതഭാരം മൊത്തം തലയിലേറ്റ് നടക്കേണ്ടി വന്ന ഒരു കൊച്ചു ബാലന്റെ കഥയാണ് വളരെ മനോഹരമായിട്ട് റസ്കിൻ ബോണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.